താങ്ക്സ് ഗിവിംഗ് നന്ദി കൊടുക്കുകയാണത്രേ. അതിന്റെ കൂട്ടത്തിൽ ടർക്കീനെയും കൊടുത്തേക്കാം. അധികം മുള്ളും കെട്ടില്ലാണ്ട് ടർക്കീനെ നമ്മൾ ഓവന്റെ ഉള്ളിൽ നല്ല ബട്ടറൊക്കെ ചേർത്തിട്ട് സൂപ്പറായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പൊട്ടാറ്റോയും സ്റ്റഫിങ്ങും സോസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി താങ്ക്സ് ഗിവിംഗ് റെഡി പൂപ്പാ. അപ്പോൾ താങ്ക്സ് ഗിവിങ്ങിന് ടർക്കി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുന്നേ ഞാനൊരു ടർക്കി കുക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്മോക്കിംഗ് പരിപാടിയായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗോർഡൻ റാംസയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ നോക്കിയിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് പുള്ളി അതിൽ കുക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടർക്കീനെ സെറ്റാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ടർക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബ്രൈനിൽ നമ്മൾ മുക്കി 2-3 ദിവസം വെച്ചതിന് ശേഷമാണ് അല്ലേ. കാരണം ടർക്കി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സംഗതിയാണ്. അതിന് പകരം നമ്മളൊരു ഹെർബ് ബട്ടർ, നന്നായിട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറിനകത്ത് കുറച്ച് ഗാർലിക് ക്രഷ് ചെയ്തിട്ടുള്ളത്, മിക്സഡ് ഹെർബ്സ്, മെയിനായിട്ട് പാഴ്സലി ഇട്ടാ നല്ല എർത്തി ഫ്ലേവറാണ്, കുറച്ച് റോസ്മെരി, കുറച്ച് തൈം, പിന്നെ നന്നായിട്ട് ലെമൺ സെസ്റ്റ്, കുറച്ച് പെപ്പർ, അതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല സൂപ്പർ ഹെർബ് ബട്ടർ ഉണ്ടാക്കണം കേട്ടോ. ഇനിതേ നമ്മുടെ ടർക്കി കോഴി, മറ്റേ മോഹൻലാലിന്റെ വന്ദനത്തിലെ കോഴി എങ്ങനെ ശരിയാക്കാം എന്നുള്ള ആ ഒരു വീഡിയോ ആണ് എനിക്ക് എപ്പോഴും ഒരു വലിയ ബേർഡിനെ ചോപ്പിംഗ് ബോർഡിന്റെ മുകളിൽ കൊണ്ടുപോയിക്കുന്നത് കാണുമ്പോൾ ഓർമ്മ വരിക കേട്ടാ. ഏതാണ്ട് 3.25 കിലോ തൂക്കമുള്ള ടർക്കി കോഴിയാണ് ഇത്. 2 വലിയ ചിക്കൻ്റെ സൈസ് ഉണ്ടാവും. ഓക്കെ, അതെ, ബ്യൂട്ടിഫുൾ. ആദ്യമേ തന്നെ ഞാനേ ഇതിന്റെ കഴുത്തിന്റെ ഉള്ളിലൊരു ഓട്ടയുണ്ട്, കണ്ടില്ലേ? ഇതിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഉപ്പ് ഇടാൻ പോവാണ് കേട്ടോ. കുറച്ച് ഉപ്പ്, അധികം ഉപ്പ് വേണ്ടേ, കാരണം നമ്മളിത് ഗ്രേവിയുടെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ഉപ്പ് അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ ബട്ടറിൻ്റെ അകത്ത് ഉപ്പുണ്ട്. ഈ 2 പൊത്തിൻ്റെ കൂടെയും കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ടൊന്ന് റബ്ബ് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ലേശം ഈ ബട്ടറില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് ഉള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് തിരുകണം. അപ്പോൾ അതങ്ങോട്ട് പൊക്കോളും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നുള്ളൂ അവൻ. ബട്ടർ എന്ന് പറയുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ടാ. ഓക്കെ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പടയ്ക്കുക. ഉള്ളിയുടെ ജ്യൂസൊക്കെ നല്ല സൂപ്പറായിട്ട് ഉരുക്കി ഈ സോസിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ ഗ്രേവിയുടെ ഉള്ളിലേക്കൊക്കെ കിട്ടും. ഒരുപാട് സാധനങ്ങൾ വേണ്ട കേട്ടാ. ഒരു ചെറിയൊരു പൊത്ത് കണ്ട നമ്മൾ കുത്തി നിറക്കിയ എല്ലാ സാധനങ്ങളും അതല്ല ഇത്, അന്തമാരിയല്ല. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ടാ. ഓക്കെ, ഇനി കുറച്ച് ബേ ലീവ്സ്, നല്ല ഫ്രഷ് ബേ ലീവ്സ് ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ടായതാ. ഇനി കുറച്ച് ഫ്രഷ് റോസ്മെരി ആൻഡ് തൈം. ഓക്കെ, ഇനി നമ്മുടെ ലെമൺ അല്ലേ, ആ ലെമണും കൂടി ഒരു 2-3 കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ നല്ല ലെമൺ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ. സ്ഥലമില്ല കേട്ടാ. ഓക്കെ, ആ അതൊരു ഫണ്ണാക്കിയിട്ട് പറഞ്ഞല്ലേ കൂടുതൽ. നീ എന്തിങ്ങനെ ഒരുപാട് ലെമൺ തിരികണ്ട. ഓക്കെ, വേറെ ഒന്നല്ല, ഈ സാധനം നല്ല ബിറ്റർ ടേസ്റ്റ് വരും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റോസ്റ്റ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചെറിയ സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ ഈ തൊലിയുടെ ഇടയുണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ അകത്തി വിടുക. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ കയറ്റി വിടാൻ പറ്റും. അപ്പോൾ കുക്കാവണ സമയത്ത് ബട്ടർ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഇവിടെ നിന്ന് മെൽറ്റായിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ചാൽ ഈ സ്കിന്ന് പൊട്ടൂട്ടാ. ഇനി ഇതേ നമ്മൾ ആവശ്യത്തിന് ബട്ടർ ഇവിടെ നിന്ന് എടുക്കുക. ഓക്കെ, റോൾ ചെയ്യുക. അത് ഇതേ ഈ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് സിമ്പിളായിട്ട് കയറ്റുക. റാംസ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ പ്രസ് ചെയ്യണം. പുള്ളി ചെയ്യണ പോലെ തന്നെ നമുക്ക് പ്രസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ എനിക്ക് പുള്ളിയുടെ കുക്കിങ് ഇഷ്ടമാണ് കേട്ടോ. പുള്ളി ചെയ്യണ കണ്ടാലേ അറിയാം, നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കാണ്. പുള്ളി വള്ളിക്കെട്ട് പരിപാടി, കൂടുതൽ ഫാൻസി സാധനങ്ങളൊന്നും പുള്ളിയുടെ ഇല്ല. കൈ പോണ് കണ്ടറിയാം, നല്ല പണിക്കാരൻ, തച്ച് പണിക്കാരനാണ് നിങ്ങൾ. എൻ്റെയൊക്കെ പോലെ സം ലെജൻസ് യുനോ അല്ലേ കൊണ്ടേ. നല്ല സുഖമായിട്ട് കണ്ട നല്ല ബട്ടർ ഇങ്ങനെ അതിനിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. മോർ ദ ബട്ടർ മോർ ദ ഫ്ലേവർ. ഇപ്പോൾ ഒരുവിധം ഉള്ളിലൊക്കെ നമ്മൾ ബട്ടറാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇതിൻ്റെ മുകളിലും കൂടി മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ പോകണേ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേ ഈ കൈയില്ലേ, ഈ കൈ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വെക്കണം. അപ്പോൾ നല്ല സുഖമായിട്ട് അങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. അണ്ണൻ നല്ല സെറ്റപ്പായിട്ട് നല്ല ബാലൻസ് ആയിട്ട് കണ്ട. ഓക്കെ, അതെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതിനൊരു ട്രയലിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി അണ്ണൻ്റെ ഗുണ്ടി നമ്മൾ ഒന്ന് അടയ്ക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഫോയിൽ വെച്ചിട്ട് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത്രയും സ്റ്റീം അതിൻ്റെ ഉള്ളിൽ ലോക്കായിക്കോളുമല്ലോ. ഇനി നമ്മൾ ടർക്കിയുടെ മുകളിലേക്ക് ലേശം ഒലിവ് ഓയിൽ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബട്ടർ കരിയില്ലേ, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞിട്ട് അതിലെ പാലങ്ങോട്ട് വിഘടിക്കാൻ. ഇനി ഒരു തരിയും കൂടി ഉപ്പ്. ഓക്കെ, നമ്മുടെ ടർക്കി റെഡിയായി. ആദ്യം ഞാൻ ഇതിനെ ഒരു 210 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 220 ഡിഗ്രിയിൽ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ബേക്കൺ വെച്ചിട്ട് ലെയർ ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടർക്കി അവിടെ ഇരുന്നിട്ട് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ടർക്കിയുടെ സ്റ്റഫിങ് നല്ല ബ്രെഡൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ അതേപോലെ നല്ല ബ്രെഡ് കട്ട് ചെയ്തിട്ട് ക്രൂട്ടോൺസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ബ്രയോഷ് ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊരു സ്റ്റഫിങ് ആക്കിയിട്ട് മാറ്റണം. ഇന്ന് ഞാൻ 1/2 പാക്കറ്റ് ബ്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 3 കോഴിമുട്ട കേട്ടോ, കുറച്ച് ക്രീം അല്ലെങ്കിൽ മിൽക്ക്, കുറച്ച് ചിക്കൻ സ്റ്റോക്ക്. നമ്മുടെ ബ്രെഡിന് സോഗി ആവാനുള്ള അത്രയും ലിക്വിഡ് വേണേ. Now you mix. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇടാൻ പോവാണേ.
ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റിയത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയേ വേണ്ടു, ബ്രൗൺ ആക്കണ്ട. ഇനി നമ്മുടെ ലിക്വിഡ്. ഇതിപ്പോൾ ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബ്രെഡ് നല്ല സൂപ്പറായിട്ട് ഇതിനെ നമ്മുടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ഒരു ഹിന്ദിക്കാരുടെ ഒരു ഡെസേർട്ട് ഇല്ല, എന്തിൻ്റെ പേര് കൊണ്ട് റബഡിയാ. ദേ ഇനി ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഏത് പാത്രം, സെറാമിക്ക എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബ്രെഡ് മിക്സ്ചർ ഞാൻ അങ്ങോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ കുറച്ച് ഹേർബ്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് വെക്കണം കേട്ടോ. ഹേർബ്സ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ. എന്താണ് കളയാണോ? ഇത് വിട്ടിരിക്കട്ടെ. ഇത് നമുക്ക് വൈകുന്നേരം കുക്ക് ചെയ്താൽ മതി, കാരണം ടർക്കി കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതുവരെ ഇവനിവിടെ സെറ്റ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് 10-18 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടർക്കിയുടെ അവസ്ഥ നോക്കിയേ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടില്ലേ മുകളിൽ. ഓ റെഡി ആയിരുന്നു കേട്ടോ തിന്നാനായിട്ട്. ഇതേ ബട്ടറൊക്കെ ഇങ്ങനെ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ടോപ്പിൽ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ഓ ബട്ടർ യൂസ് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ കണ്ടോ നോക്കിയാ ലോക്കാ. ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ നോക്ക്, നമുക്ക് ഈ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കാം കേട്ടോ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇനിയാണ് ഇതിൻ്റെ മാജിക് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. കണ്ടോ നിങ്ങൾ? ഓക്കെ, ടർക്കി കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ഇല്ലാത്ത എന്താ പറയുക, ചില ആൾക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഓണസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം. ഞാൻ അഭിപ്രായം ചോദിച്ചിട്ടുള്ള എല്ലാവരും തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ആർക്കും ഫേവറേറ്റ് ഒന്നുമല്ല. പിന്നെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ കൊണ്ട് വെക്കാം. ചില ആളുകൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ടർക്കി കഴിക്കുന്നവരുണ്ട്. എനിവേ ഫ്ലേവർ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, അതിൻ്റെ മുകളിൽ കുറച്ച് ബേക്കൺ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ഉമാമിയുള്ള ഒരു ക്യൂർഡ് മീറ്റ് ആണ്. അപ്പോൾ ഈ ബേക്കൺ വെന്ത് റെൻഡർ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള ഫാറ്റ് എല്ലാം നമ്മുടെ ടർക്കി കോഴിയുടെ മുകളിലേക്ക് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ഒലിച്ചിറങ്ങുമ്പോൾ ടർക്കിക്ക് നല്ല ഫ്ലേവർ വരും. നല്ല ഇപ്പോൾ ബേക്കൻ്റെയും ടർക്കിയുടെയും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, നല്ല കുപ്പായ ഇടിപ്പിച്ച് കൊടുത്തിട്ടില്ലേ അവനെ, ക്രിസ്മസ് കുപ്പായ ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നോ താങ്ക്സ് ഗിവിങ് കുപ്പായം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് 220 ഡിഗ്രി സെൻറ്റിഗ്രേഡിലല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്യാൻ പോകണില്ല, ചിക്കൻ ഡ്രൈ ആയി പോട്ടാ. അപ്പോൾ 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഓൾമോസ്റ്റ് ഇൻറ്റർണൽ ടെമ്പറേച്ചർ 72 ഡിഗ്രി ആവണ വരെ, അതല്ലെങ്കിൽ ഒരു 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധനം സെറ്റ് ആവൂട്ടാ. ഇപ്പം ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മൾ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടറും ഈ ലിക്വിഡില്ലേ ഇതെടുത്ത് നമുക്ക് ഇതിനൊന്ന് ബേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം 1/2 മണിക്കൂർ കഴിയുമ്പോഴും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഡ്രൈ ആവാതിരിക്കാനാണേ. നല്ല കളർ കേട്ടോ ടർക്കിയുടെ, നല്ല ബ്യൂട്ടിഫുൾ കളർ. കാലൊക്കെ നോക്കിയേ. സാധാരണ ക്രാൻബെറി കൊണ്ടാണ് ഇവർ സോസ് ഉണ്ടാക്കാറ്. ഞാൻ മിക്സഡ് ബെറീസ് ആണ് ഉപയോഗിക്കണേ, കുറച്ചുകൂടി മധുരമുള്ളത്. ക്രാൻബെറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ആരും കഴിക്കണില്ല. ഇനി ഒരു സ്റ്റാർ അനീസ്, കുറച്ച് സിനമൺ കേട്ടോ. ഇതവിടെ നിന്ന് റെഡ്യൂസ് ആവട്ടെ. വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. അതിലിപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ട്, അത് കാരണം ഞാൻ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാര ചേർക്കണില്ല. ഓക്കെ, 2 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞു കേട്ടോ. ഓ അതാ കള, ബ്യൂട്ടിഫുൾ കള. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ്. നൈസ്, നല്ല സോസൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെന്തുണ്ടോ നോക്കണ്ടേ, നമുക്കിതിൻ്റെ ഇൻറ്റേർണലൊക്കെ നോക്കാം കേട്ടോ. 79.2 ആയിട്ടുണ്ട്. നമുക്കൊരു 72 ആണ് പെർഫെക്റ്റ്, ഇവിടെ 79 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോന്ന്. എത്ര കാണിക്കുന്നത്? 78. സോ പ്രതിമച്ച എല്ലാം തന്നെ എബവ് 70 മേലേക്ക് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറും 10 മിനിറ്റാണ് എക്സാക്ട്ലി ഞാൻ ഈ ടർക്കി കുക്ക് ചെയ്തിട്ടുള്ളത്. സോ ഷുഡ് ബി ഫൈൻ. എന്ത് ഭംഗിയാ നോക്കിയേ, എന്ത് കളറാണ് നോക്കിയേ. ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയേ ഇതിൻ്റെ ഉള്ള ഹോ ഈ ബേക്കണിൻ്റെ മുകളിലുള്ള ഫാറ്റൊക്കെ നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസും അടിയിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം, എത്ര നേരമാണോ വേവിച്ച് അത്ര നേരം റെസ്റ്റ് ചെയ്യണമെന്നാണ് അത്ര റാംസേരെ അടുത്ത് റാംസേരെ ഗുരു പറഞ്ഞത്. അപ്പം നമുക്കും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. എന്താ കാരണം എന്നറിയോ, ഇത് പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ജ്യൂസസ് ഉണ്ടല്ലോ, ആ ജ്യൂസസ് ഒക്കെ വീണ്ടും ഈ മസിൽ ഫൈബറിൻ്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്തിട്ട് നന്നായിട്ട് ടെൻഡറായിട്ട് വരും. ഇരുന്ന് നന്നായിട്ട് സക്ക് ചെയ്യട്ടെ, ഇല്ലാച്ചെങ്കിൽ ഈ സാധനം നമുക്ക് സക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു മീറ്റാണ്. അപ്പോൾ ഇനി ടർക്കിയുടെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് റോസ്റ്റ് പൊട്ടാറ്റോസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് റോസ്റ്റ് ആയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ എന്താ ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങിയിട്ട് ആ ചൂടാറിനേക്കാൾ തൊട്ട് മുന്നേ ആ പാത്രത്തിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നിങ്ങനെ കിടുക്ക് നാക്കിയിട്ടുള്ളതാണ്. കിടുക്ക് നാക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ റിലീസ് ചെയ്ത് കുറച്ച് പൊടിഞ്ഞു വരില്ലേ, എന്നിട്ട് ഒരു ദിവസം മൊത്തം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ വീണ്ടും ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് സോളിഡ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ടർക്കിയുടെ ബാക്കിയുള്ള ഈ ബട്ടർ ഇല്ലേ, ഈ ബട്ടർ കുറച്ച് ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഇനി കുറച്ച് ഉപ്പ്,
കുറച്ച് ഒലിവ് ഓയിൽ. ബ്യൂട്ടിഫുൾ. ടർക്കി ഇവിടെ നിന്നിട്ട് റെസ്റ്റ് ആവണ സമയത്ത് ഇവനെ നമുക്കൊരു 150 ഡിഗ്രിയിൽ ഓവനിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ താല്പര്യമില്ല വെച്ചെങ്കിൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ടും ഈ സംഭവത്തിന് എടുക്കാം, പെട്ടെന്ന് കിട്ടും. നമുക്കിപ്പോൾ ഓവൻ ടെമ്പറേച്ചർ ചൂടായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ടർക്കിയുടെ സ്റ്റഫിംഗ് ഇല്ലേ അതും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. ഇതേ ഇപ്പം നമ്മുടെ ടർക്കിയോടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. പൊട്ടാറ്റോ നല്ല ക്രിസ്പി കിരികിരി ബ്രൗൺ കളർ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രാൻബെറി സോസ് അതല്ല മിക്സഡ് ബെറി സോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് സ്റ്റഫിങ്ങോ എല്ലാം റെഡി ആയിട്ടുണ്ട് എക്സെപ്റ്റ് വൺ തിങ്. എന്താണ്? നമ്മുടെ ടർക്കിയുടെ ആത്മാവ് എന്ന് വിളിക്കാവുന്ന അതിന്റെ ഗ്രേവി കണ്ടിട്ട. കാര്യം ടർക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലെൻഡ് ആണ്. അപ്പൊ ഗ്രേവി സെറ്റപ്പ് ആക്കാണ്. ഗ്രേവിക്ക് നമുക്ക് വേണ്ടത് എന്താണ്? ഈ ബേക്കൺ, കിരികിരി ബേക്കൺ ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് ഊരിയെടുക്കണം. നോക്കിയേ കണ്ട, വാവ്, സ്റ്റിൽ മോയിസ്റ്റ് ഉണ്ട്. ഇത് നോക്കിയേ, ആമേരെ തൊണ്ട് പോലെ ഉണ്ട്. ഇത് നോക്ക് ഇല്ലേ. ഇതോട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഈ ബേക്കൺ നല്ല കുനുകുനാന്ന് ചോപ്പ് ചെയ്യണം കേട്ടോ. ഈ ബേക്കൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയാണ്? ഉള്ളിയൊക്കെ. ആ ഉള്ളിയൊക്കെ ഉണ്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ലെമൺ വേണ്ട, ഉള്ളി ഇങ്ങോട്ട് എടുക്കാം. സോസിൽ നമ്മൾ ലെമൺ ഇടണ്ട, കഴിക്കുള്ളൂ. ആ കാര്യത്തിൽ നമ്മൾ റാംസനേക്കാൾ മുന്നേ പോകും. ഇത്ര നേരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചൂടാറിയില്ല കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റിൽ ഹോട്ട്. ഒരു ഉള്ളി അവിടെ ഇരിക്കട്ടെ. എൻ്റെ കയ്യ് ഇതൊന്നും ഇത്ര നേരമായിട്ടും ചൂടാറിയില്ലല്ലോ കൊണ്ട്. പിന്നെ ഞാൻ ടഫല്ലായ കാരണം കുഴപ്പമില്ല. ഈ ഉള്ളിനെ ഒന്ന് കുനുകുനാന്ന് അരിയണം കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ഇനി കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള തക്കാളി ഇട്ടാ. പുള്ളി കുറച്ച് സോട്ട് ചെയ്തതിന് ശേഷമാണ് ഇടണേ. ഞാൻ ഒരുമിച്ച് ഇടണേ. എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അല്ലേ? അങ്ങനെ എല്ലാം പുള്ളി പറയണ പോലെ തന്നെ കാണിക്കാൻ പാടുണ്ട്. അങ്ങനെ നമ്മൾ അനുസരിക്കാൻ പാടില്ല. ഇനി ഞാൻ നമ്മുടെ ടർക്കി കൂട്ടനെ ഇങ്ങോട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാൻ പോവാ കേട്ടാ. ഓക്കെ ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ ഇപ്പോൾ നമ്മൾ അത്രയും ബട്ടറൊക്കെ ഇട്ടിട്ടില്ലേ, നല്ല സൂപ്പർ ഗ്രേവി വിത്ത് ബട്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അത് സോട്ട് ചെയ്യാനുള്ള ബട്ടറും അതിൻ്റെ ഫ്ലേവറും എല്ലാം വരും. അത് ഞാനിതിലേക്ക് ഒഴിക്കണം കേട്ടോ. വാവ്. ഇനി ഇവൻ്റെ വീട്ടിൽ നിന്ന് തിളക്കട്ടെ കേട്ടാ. ഇനി പുള്ളി കുറച്ച് ആപ്പിൾ സൈഡർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും നല്ല ന്യൂസിലാൻഡ് ഗ്രീൻ ആപ്പിൾ സൈഡർ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഒഴിക്കാം അല്ലേ? ആൽക്കഹോൾ നമ്മൾ പുള്ളി പറഞ്ഞാൽ ഒഴിവാക്കരുത്, ഒഴിച്ചിരിക്കണം. ഒന്ന് റെഡ്യൂസ് ആവട്ടെ, കുറച്ച് ആൽക്കഹോൾ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് പോട്ടെ. ഇതേ ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല സൂപ്പറായിട്ട് തിളച്ചു വന്നില്ലേ. ഞാൻ അതിനൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നല്ല തിക്കാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഞാനിതിനെ അരിച്ചൊഴിക്കാൻ പോവാണ്. അതിൻ്റെ ഗ്രേവിയുടെ കളർ നോക്കിയേ, പെർഫെക്റ്റ് ടർക്കി ഗ്രേവിയുടെ കളറായി കണ്ട. നല്ല ക്രീമി റിച്ച് കളർ. നോക്കേ, ഇനി അതിനൊരു തരിയും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? നമ്മുടെ ടർക്കീനെ ഞാൻ പോർഷൻ ആക്കാൻ പോവാണ് കേട്ടാ. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. നമുക്ക് ഈ ടർക്കീനെ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് സൈഡിൽ പൊട്ടറ്റോയും ഇതൊക്കെ എടുത്ത് വെക്കാം. അതല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് വെക്കാം. അതല്ലെങ്കിൽ കാർവ് ചെയ്യാൻ പാകത്തിന് 4 പീസാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4 പീസാക്കിയിട്ടാണ് വെക്കാൻ പോണേ. ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ്. കണ്ട, ടർക്കീനെ ഇത്ര ജ്യൂസ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും കുക്ക് ചെയ്യോ? ഞാനും റാംസേ മാത്രമേ ഇങ്ങനെ കുക്ക് ചെയ്യൂ. അന്തമായ ആൾക്കാർ. റാംസേ ഇതിൻ്റെ കുണ്ടി പൊട്ടിച്ചിട്ട് സോസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുണ്ടി ന്യൂസിലാൻഡേഴ്സ് കുണ്ടി ഒരിക്കലും സോസിലിടില്ല. അന്തമാതിരി ആളുകളല്ല. ന്യൂസിലാൻഡേഴ്സ് ഈറ്റ് കാൽക്കക്കുണ്ടി. ഞാൻ ഒരു വീഡിയോ കാൽക്കക്കുണ്ടിയിട്ട് ചെയ്തിട്ടില്ലേ? അല്ല, കാൽക്കത്തിൻ്റെ കുണ്ടി ഇവിടെ ഉള്ളത് കണ്ടാണ്ടല്ലോ ഞെട്ടിപ്പോ. അത്ര വലിയ കുണ്ടി കാൽക്കം മാമ. ഓ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുമ്പോൾ ഒരു പീസ് കടിക്കട്ടെ. ടർക്കി ഒന്നും പറയില്ല കേട്ടോ. പാപ്പ ഇന്നലെ തന്നെ വെടിവെച്ചിട്ടായിരുന്നു. കോഴിനെ ആക്കണ പോലെ തന്നെ അതിൻ്റെ മുഴുവൻ കാര്യം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പുള്ളി ഇത് കാണണ്ട. പുള്ളി പറയും നീ എന്താ കാണിക്കണം, എങ്ങനെ സ്ലൈസ് ചെയ്യാളോ അല്ലെങ്കിൽ ചോദിക്കും. റാംസേ പുള്ളി ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലല്ല, നിങ്ങൾ ലെജൻസ് ആണേ. അപ്പോൾ നിങ്ങൾക്ക് തമാശയായി. ഞാൻ ഈ പ്രൊഫഷണലിൽ ജോലിയിൽ ഇല്ല എന്നുള്ളോ, മനസ്സിലായ? ഇത് ഇനി കഴിക്കുമ്പോൾ കണ്ടോ നീ ഇതേട്ടാ ഒരു സൂപ്പർ ബ്രസ്റ്റ് പീസ്. ഓക്കെ, ഈ കൈ നമുക്ക് അതൊന്ന് ഊരിയെടുക്കാം. ബിഗ് ദേ എൻ്റെ കത്തിനേക്കാളും വലിയ പീസ് കേട്ടാ. നീ നോക്കിയേ ഇതിൻ്റെ ഉള്ളിൽ ജ്യൂസ് നോക്കിയേ. ഓ, ടർക്കിൻ്റെ ഉള്ളിൽ മറ്റേ സലൈൻ ചേർക്കാതെ ഇത്രയും ജ്യൂസ്. ഇത് പട്ടാട്ടാ ജ്യൂസ് അല്ല, പക്ഷെ കണ്ടോളെ ജ്യൂസ് കാണിച്ചോർക്ക് ജ്യൂസ് കാണിച്ചോർക്ക്. നീ അവർ വിചാരിക്കും ഞാൻ പറയണമെന്ന് തോന്നിയാന്നില്ലേ?
ഇനി കാണിക്കേ. ഈ വർഷത്തെ ടർക്കി കോമ്പറ്റീഷന് ഞാൻ എന്നെ വിളിക്കുക എൻ്റെ പോണേ. നമുക്കൊക്കെ തമാശയാ. 2 മണിക്കൂർ ഞാൻ ഇതിനെ റെസ്റ്റ് ചെയ്ത്. മാമ രാവിലെ തൊട്ടൊരു ബെഡിൽ കിടന്ന് റെസ്റ്റ് ചെയ്യുക ഇത് തിന്നാനായിട്ട്. ഇതേപ്പം ഞാനിവിടെ നമ്മുടെ ഒരു ബ്ലൂ പാത്രം എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ടർക്കിനെ ലെയർ ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ച് ഹൈറ്റ് കിട്ടാനായിട്ടേ നമുക്ക് ഈ കൈ തന്നെ ഒന്ന് അടിയിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഈ ബ്രസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് കയറ്റി വെക്കാം. മുഴുവൻ കോഴി ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂല, അതുകൊണ്ടാണ് കേട്ടോ. മുക്കി അടിക്കാനൊക്കെ ഗ്രേവി ഉണ്ട്. മുക്കി അടിക്കാൻ എന്തൊക്കെ പ്ലാനാ നോക്ക്. ഇനിതേ നമ്മുടെ ഒരു അടിപൊളി ലെഗ് പീസ് ഞാനിവിടെ വെച്ചു. ഓക്കെ, ഇനി അടുത്ത ലെഗ് പീസ് ക്രോസ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. Look at that, right? Look at that. Beautiful. Look. ഇനി നമ്മുടെ പൊട്ടാറ്റോസ് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ അറേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. കുറച്ച് നേരം ഞാൻ ഈ ഓവൻ അടച്ചു വെച്ചു തുറന്നു വെക്കുന്നതിന് പകരം. അത് കാരണം നല്ല ക്രിസ്പിനെസ് പോയി ഇതിൻ്റെ. ഈ ശ്രദ്ധ പാളിയോണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഇനി ഇതേ ഗ്രീൻ പീസ് ഇട്ടാ. അപ്പം ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് ഇവിടെ സൈഡിലിടാൻ പോവാണ്. സോ ദേ ഓൾ ക്യാൻ ഷെയർ. ഇനി നമ്മുടെ സ്റ്റഫിങ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ സ്റ്റഫിങ് വേണമെങ്കിൽ ഒരു പോർഷൻ കട്ട് ചെയ്തതിൽ വെക്കണം. അതുകൊണ്ട് എവറിത്തിങ് ഇൻ എ പ്ലേറ്റ്. ഞാൻ ഒരു പീസ് നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടേ അതിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ ഗോ ഹാഫ്. ഓ, ഇതിന് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ഒന്ന് താങ്ക്സ് പറഞ്ഞ് മടുക്കും. മാമൻ എന്നോട് ഒരു 5-6 തവണ താങ്ക്സ് പറയുന്നുട്ടോ മാമ ഇത് കഴിച്ചിട്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതിവിടെ സൈഡിലിരിക്കട്ടെ. ഇതൊക്കെ ഉണ്ടോ നീ ഇത് കണ്ടോട്ടോ. ബ്യൂട്ടി. മറക്കല്ലേട്ടാ, കുണ്ടിയാണ് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റുള്ള ഭാഗമാണ് ടർക്കിയുടെ കുണ്ടി ഇവിടെ സെൻറ്ററിലിരിക്കട്ടെ. നോക്കിയാ, ഇനി സോസും ക്രാൻബെറി സോസും ഇതിൻ്റെ മുകളിൽ ഒഴിക്കാണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഒഴിക്കണില്ലേ, കാരണം സ്ലൈസ് ചെയ്യണ്ടേ നമുക്ക്. ബട്ട് ലുക്ക് അറ്റ് എവറിത്തിങ് നൈസ് ഗ്രീൻ. കുറച്ച് നമ്മുടെ പുഡിങ്, അതല്ല വെച്ചെങ്കിൽ നമ്മുടെ സ്റ്റഫിങ്, പിന്നെ റോസ്റ്റ് പൊട്ടാറ്റോസ് ആൻഡ് ബ്യൂട്ടിഫുൾ ടർക്കി. ഫോളോ ദ റെസിപ്പി ട്ടാ. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 3.5 കിലോൻ്റെ ടർക്കി നന്നായിട്ട് വരും. ഓവൻ്റെ ടെമ്പറേച്ചറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേക്കൺ ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇത് മഞ്ചിത് തീർക്കുന്ന പറഞ്ഞിട്ടുള്ള പിള്ളേർ. കമാ. ഇനി ഞാൻ ഒരു അലാക്കാട്ട് പ്ലേറ്റ്, ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ കറക്റ്റ് ഒരു പോർഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. ദേ ഇവിടുന്ന് ഞാനൊരു സൂപ്പർ ബ്രസ്റ്റ് പീസ് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ കാർവ് ചെയ്യാം. ലോക്ക് അറ്റ് ദാറ്റ് ബിഗ് പീസ്, ജ്യൂസി പീസ്. ഓക്കെ, നോക്കിയാ ഈ പോർഷനൊക്കെ നോക്കിയാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് വിത്ത് സ്കിൻ കേട്ടാ. ഓ ഹാ നൈസ്. ഏതാണ്ട് ഒരു 180 ഗ്രാമോളം പോർഷനാണ് കേട്ടോ ഞാൻ സ്ലൈസ് ചെയ്യണേ. ഓക്കെ, ഓക്കെ, ഒരു 2-3 പൊട്ടാറ്റോ. ഇനി നമ്മുടെ ടർക്കി. ബ്യൂട്ടിഫുൾ. ഇനി കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയൊരു പീസ് സ്റ്റഫിങ്. ഗുഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇനി ഒരു ബിറ്റ് ഓഫ് ഗ്രേവി ഓൺ ദ ടോപ്പ്. ബ്യൂട്ടിഫുൾ. Last but not least, little bit of a mixed berry sauce. മാമ ഇപ്പൊ പറ മാമ, ഇപ്പൊ കളറ് വന്നാ മാമന് പറ. മാമന് കളറ് പോരാ. Okay, there. Look at this beautiful plate. Beauty. എങ്ങനെയുണ്ട്? ഉള്ളേ നൈസ് ആണോ? Come on, you follow us now. Eating time. It's been a while now. അപ്പോൾ താങ്ക്സ് ഞാൻ ഗിവ് ചെയ്യാണ് കേട്ടോ ഇവർക്ക് എല്ലാവർക്കും. കമോൺ, ഈറ്റിംഗ് ടൈം നൗ. താങ്ക് യു. ഇതേ അപ്പം നമ്മുടെ ഫുൾ ടീം കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഇന്ന് താങ്ക്സ് ഗിവ് ചെയ്യാണ്. മാമ ഒരു താങ്ക്സ് ഗിവ് ചെയ്യോ? പിടിച്ചോ. താങ്ക്സ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. അപ്പൊ നമ്മൾ താങ്ക്സ് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ടർക്കിയും. മാമൻ ടർക്കി വെച്ച് പരിചയമുണ്ട്? പിന്നെ എനിക്കോ ചേട്ടൻ മുമ്പ് കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, കമോൺ നൗ ഈറ്റിംഗ് ടൈം. ഈറ്റ് ഫ്രം ഹിയർ. ഇവർ കഴിക്കുന്നതിന്റെ ഒപ്പം ഞാനും കഴിക്കാട്ടാ. പേടിട്ടാ. സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. മുക്ക്
സോസ് ഒഴിച്ചാലേ മുക്കാൻ പറ്റുള്ളൂ. മുക്കാൻ പറ്റില്ല. മറ്റേ നല്ല ഒരു കാര്യം ചെയ്യും, ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ സോസും കുറച്ച് ആ ബ്രെഡ് പുഡിംഗ് എല്ലാം എടുക്കുക കൂടെ. മാമ ഇതെല്ലാം നിങ്ങൾ കൂട്ട ഇത് നെല്ലുള്ളി കാണിച്ച് എല്ലാ സോസിലൊക്കെ മുക്കിയിട്ട് വായിലിടുമ്പോൾ പറയണം കേട്ടോ, എന്നാലാ ഗോൾഡിലേക്ക് നിങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ. പോൾവിനെ നീ മറ്റേ ഇത് എടുത്തില്ല. മാമ ഫസ്റ്റ് വായ. മാമ മറ്റേ ജാമ വെച്ചിട്ട് സോസ് കൂടുതൽ എടുത്തിട്ടുണ്ട് ചുമപ്പ്. ഞാൻ എൻജോയ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞാൽ മതി. യു ഒറ്റ തന്നെയാ ചേട്ടൻ കുറച്ച് കയറി കേട്ടാ. ഓ ആ ടർക്കി ഇനി രണ്ടാമത് ജനിക്കൂല. ചേട്ടൻ്റെ ടേണോ? ഓക്കെ ഇനി മൈ ടേൺ. ഞാൻ പക്ഷേ നോക്കിയാൽ ഇവർക്ക് കൊടുക്കാത്ത പീസ് എടുത്തിട്ട് പടയ്ക്കാൻ കേട്ടാ. ഗുണ്ടി വേറെ ഒന്നുമല്ല, നല്ല ഫാറ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയുടെ ഏറ്റവും ന്യൂസിലാൻഡിൽ നമുക്കിത് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. സോ ഞാൻ ഈ ഗുണ്ടിക്കുള്ള കുറച്ച് സോസ് ഊത്തിട്ട് ഇതൊന്ന് ഓരോ കടി വെച്ചിട്ട് ഉരുക്കുന്നുണ്ട് കേട്ടോ. മാമന് അരക്കടി, നിനക്ക് ഇടക്കടി. വേണ്ടേ? നീ അങ്ങനെ പറയരുത്. നീ ഒരു കുണ്ടിയെങ്കിലും കടിക്കണം. മാമന് അരക്കുണ്ടി. മാമന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു മുഴുവൻ കുണ്ടി മതിയാ? മതിയല്ലോ. നിനക്ക് തീരെ അങ്ങോട്ട് വേണ്ട അതിൻ്റെ ചേട്ടനോ? ചെറുതായിട്ട് ഒരു കുണ്ടി. കുണ്ടിയുടെ ഇവിടെ നക്കൾ. ഓ ദേ ദേ കണ്ട അരിമാമന സ്നേഹം കണ്ട, അതാണ് ആണുങ്ങൾ. ദേ ഇനി ഞാൻ നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന്റെ അകത്ത് കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് അതും കൂടി അടിക്കുന്നു കേട്ടാ. കുണ്ടി അല്ല, ഞാൻ അതല്ലേ പറഞ്ഞേ. ആ കുണ്ടി കളക്കത്തിന്റെ കുണ്ടി. ചേട്ടൻ കുറച്ച് ഉറക്കം പറഞ്ഞ നാണക്കേടേണ്ട കാര്യം. ഇവിടെ വേറെ മേടിക്കാൻ കിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ സീസണിൽ ഫുള്ള് കിട്ടുന്ന സാധനമാണ് കളക്കത്തിന്റെ കുണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി ഇച്ചിരി ചകിരി പോലെ ഒട്ടും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. നീ അങ്ങനെ പറയല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് മറ്റേ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേക്കണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അപ്പൊ ശരിയാ, 3 വർഷം മുന്നേ ഉള്ളതാണ്. അതല്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത കൂടി ഇടുമ്പോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ. അല്ല നല്ല മീറ്റ് എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ട്. പിന്നെ ഈ ആ ഗ്രേവിയുടെ കൂടെ ഒരു നല്ല ഒരു റിച്ച് ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ട്. നല്ല ജ്യൂസി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് എനിക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നി, ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നി ശരിക്കും കേട്ടോ. നല്ല നല്ല ഫോൾ ഓഫ് ദ ബോൺ ബട്ട് ജ്യൂസി. സാധാരണ ലെഗ് പെട്ടെന്ന് ഡ്രൈ ആയി പോവാൻ ബ്രസ്റ്റ് വേവുമ്പോഴേക്കും മാമന് താങ്ക്സ് ഗിവിനെ കുറിച്ച് വലുതാ അറിയോ? 3 കൊല്ലം മുന്നേ ഞാൻ ഒന്ന് ഗൂഗിളിൽ നോക്കിയതാ. ഒരു മിനിറ്റ്, ഒരാൾ ഭയങ്കര അടിച്ചിരിക്കുന്നത് നിനക്കറിയോ? നമ്മുടെ വിഷു പോലെ ആണോ? അമേരിക്കക്കാരുടെ വിഷു അല്ലേ? മറ്റേ ഹാർവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനുവേണ്ടി നന്ദി പ്രകടനം നടത്തുന്ന വിഷുവിന്റെ അവരുടെ രൂപമാണ്. ഈ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സന്തോഷമാണ്. എല്ലാവരും ഗെറ്റ് ടുഗദർ. ഞങ്ങളുടെ ഇവിടെ എല്ലാ ആഴ്ചയും ഫെസ്റ്റിവലാണ്, എല്ലാവരും ഗെറ്റ് ടുഗദർ. അപ്പോൾ എൻജോയ് ബ്യൂട്ടിഫുൾ. അപ്പോൾ വിഷ് യു ഓൾ എന്താ അപ്പോൾ അപ്പോൾ വിഷ് യു എ താങ്ക്സ് ഗിവിംഗ് ഓൾ. അങ്ങനെ എന്താ പറയാ, വിഷ് യു താങ്ക്സ് ഗിവിംഗ് അറിയാതെ എല്ലാവർക്കും മറ്റേ താങ്ക്സ് ഗിവിംഗ് ആശംസകൾ അങ്ങനെ പറഞ്ഞ താങ്ക്സ് ഗിവിംഗ് ആശംസകൾ. 3 ആളും തെറ്റിച്ചു. ഇനി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് പറയാട്ടാ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഗിവിംഗ് ആശംസകൾ നേരുന്നു. അപ്പൊ എല്ലാവർക്കും 2024 താങ്ക്സ് ഗിവിംഗ് ആശംസകൾ നേരുന്നു. റെഡി സ്റ്റാർട്ട് പറയാ. ഓക്കെ 3 1 2 ഓക്കെ. അപ്പൊ 3 2 1 ഗോ. എല്ലാവർക്കും 2024 താങ്ക്സ് ഗിവിംഗ് ആശംസകൾ നേരുന്നു. റെഡി